വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന സുദിനമാണ്. കാരണം കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഒരു അധ്യാപികയായി, ഒരു പ്രധാന അധ്യാപികയായി ജോലി ചെയ്യുവാൻ സർവേശ്വരൻ എനിക്ക് അനുഗ്രഹം നൽകി. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പല സ്ഥാപനങ്ങളും പല മഹത് വ്യക്തികളും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി ഓലയിൽ അക്ഷരങ്ങൾ കുറിച്ചു തന്ന, അത് ചൊല്ലിപ്പഠിപ്പിച്ച ആശാൻ, അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ഞാൻ കടന്നു ചെന്ന വിദ്യാലയം, വീട്ടിലെ കൊച്ചുകുട്ടി എങ്ങനെ സമൂഹത്തിൽ ആയിരിക്കണം എന്ന് പരിശീലിപ്പിച്ചു തന്ന അവിടുത്തെ അധ്യാപകർ, പിന്നീട് ഞാൻ കടന്നു വന്ന മിത്രക്കരി സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ എന്ന എൻ്റെ ഹൈസ്കൂൾ വിദ്യാലയം, നൂറുകണക്കിന് വിദ്യാർത്ഥികളും ധാരാളം അധ്യാപകരും അനധ്യാപകരും ഒക്കെ കൂടിയ ഒരു വലിയ സമൂഹം. ഇവിടെ എൻ്റെ സ്കൂളിൽ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേഖലകളിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. KCSL, DCL പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കാൻ അവസരം തന്ന അധ്യാപകർ, ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന സിസ്റ്റർമാർ, എല്ലാവരും ചേർന്ന് സ്വഭാവ രൂപവൽക്കരണത്തിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലം. ഇതോടൊപ്പം തന്നെ ദൈനംദിന ഹോംവർക്കുകളിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന എൻ്റെ അപ്പൻ, പഠന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്ന എൻ്റെ അമ്മ, എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് നേതൃത്വം നൽകി സഹകരിച്ച് സ്നേഹിച്ച എൻ്റെ സഹോദരന്മാർ, സഹോദരി, എല്ലാവരും ചേർന്ന് വളർത്തിയെടുത്ത കൗമാരകാലം. പിന്നീട് കടന്നു ചെന്നത് അസംഷൻ കോളേജ്, SB കോളേജ് എന്ന 2 സംസ്കാര സമ്പന്നമായ കലാലയങ്ങളിലേക്കാണ്. തള്ളേണ്ടത് തള്ളുവാനും കൊള്ളേണ്ടത് കൊള്ളുവാനും പഠനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരുവാനും ഏറെ ശ്രദ്ധിച്ചിരുന്ന അസംഷൻ കോളേജിലെ മിസ്സുമാർ, സിസ്റ്റർമാർ, അതുപോലെ തന്നെ ശ്രേഷ്ഠരായ അധ്യാപകരാൽ നിറഞ്ഞിരുന്ന SB കോളേജ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, ഇസ്താഖ് സാറും NS സെബാസ്റ്റ്യൻ സാറും ജെയിംസ് മണിമല സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ, എല്ലാവരുടെയും ഒപ്പമിരുന്ന് പഠിക്കുവാൻ ലഭിച്ച ആ അവസരം, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ കടന്നു ചെന്ന എൻ്റെ B.Ed ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം, നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആ കലാലയം നിളയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആവാഹിച്ച കലാലയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എങ്ങനെ ആവണം അല്ലെങ്കിൽ എങ്ങനെ ആവരുത് എന്ന് പരിശീലിപ്പിച്ച ആ കലാലയം, ഒരു പക്ഷേ അവിടെ പഠിച്ചിരുന്നതെല്ലാം പിന്നീട് പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു അധ്യാപകർ എങ്ങനെ ആയിരിക്കണം എന്ന് മനസ്സിലും ചിന്തയിലും നിറച്ചു വയ്ക്കുവാൻ ആ കലാലയം എന്നെ സഹായിച്ചു. പഠനത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ എനിക്ക് ഒരു ജോലി തന്ന അധ്യാപക വൃത്തിയിലേക്ക് എന്നെ കടത്തിവിട്ട ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, ഒരിക്കലും മറക്കുവാനാവാത്ത, എന്നും എന്നും നന്ദിയോടെ മാത്രം സ്മരിക്കുവാൻ പറ്റുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും അവിടുത്തെ അധികാരികളും. ആദ്യമായി ഞാൻ ജോലിയിൽ പ്രവേശിച്ച എൻ്റെ വിദ്യാലയം സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ, എൻ്റെ തന്നെ അധ്യാപകരുടെ ഒപ്പം എനിക്ക് ഇരുന്ന് പഠിപ്പിക്കുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ പിന്നീട് ഞാൻ കടന്നു ചെന്ന സെൻറ്റ് സേവിയേഴ്സ് UP സ്കൂൾ പച്ച, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കാവാലം, എല്ലാ സ്കൂളുകളിലും
എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെയും ഹെഡ് മാസ്റ്റർമാരെയും ഏറെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ഒരിക്കലും ഒരു പ്രധാന അധ്യാപികയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ കുടുംബാംഗങ്ങളുടെയും പ്രത്യേകിച്ച് എൻ്റെ മക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഒരു പ്രധാന അധ്യാപികയാകാൻ ഞാൻ മുതിർന്നത്. അവിടെയും മാനേജ്മെൻറ്റ് എന്നിൽ വിശ്വാസമർപ്പിച്ച് ചങ്ങനാശ്ശേരി കോർപ്പറേറ്റിൻ്റെ വലിയ ഒരു സ്കൂളായ സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂളിലേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നപ്പോൾ ഏറെ ആശങ്കയോടെയാണ് ഞാൻ ആ വിദ്യാലയത്തിലേക്ക് കടന്നു ചെന്നത്. കാരണം അതൊരു മുഖംമൂടി അണിഞ്ഞ കാലമായിരുന്നു, ഒരു കൊറോണ കാലം. 1000-ലധികം വിദ്യാർത്ഥികളും 50-ലേറെ അധ്യാപകരും മറ്റ് ഓഫീസ് സ്റ്റാഫും ഒക്കെ ചേർന്ന ആ വിദ്യാലയം. അവിടെ ഏറെ ആശങ്കയോടെ ഞാൻ പ്രവേശിച്ചു എങ്കിലും എൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ കുറച്ച് അധ്യാപകർ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ 100 വർഷം പിന്നിട്ട ആ വിദ്യാലയത്തിൽ ആദ്യമായി SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടുവാനും KCSLൻ്റെ ഒരു ബെസ്റ്റ് യൂണിറ്റ് അവാർഡ് നേടിയെടുക്കുവാനും എനിക്കും എൻ്റെ അധ്യാപകർക്കും ചേർന്ന് സാധിച്ചത്. സ്റ്റുഡൻറ് പോലീസിൻ്റെ ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് 2 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ തന്നെ തട്ടകമായ സെൻറ്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ വലിയ അതിമോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പരിമിതികൾ ഏറെയായിരുന്നു. എങ്കിലും പതിവ് പോലെ SSLCക്ക് 100% വിജയവും ശാസ്ത്രമേളയിലും കലോത്സവത്തിലും സംസ്ഥാന ലെവലിൽ A ഗ്രേഡുകളും ഒക്കെ നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. എങ്കിലും ഒന്ന് മാത്രം, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അതെ, വഴിയമ്പലത്തിൽ ഒത്തുചേർന്ന യാത്രക്കാരായിരുന്നു നമ്മൾ. ഒരു രാത്രി നമ്മൾ ഒത്തുചേർന്നു. ഇപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ലക്ഷ്യങ്ങളിലേക്ക് തിരികെ മടങ്ങിപ്പോകും. ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയേണ്ടത്? ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. സുഗതകുമാരിയുടെ കുറച്ചു വരികൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചുകുയിലിനും നന്ദി, വഴിയിലെ കൂർത്ത നോവിനും നന്ദി, മിഴിച്ചുവപ്പിച്ച സൂര്യനും നന്ദി, നീളമേ ചുമട് താങ്ങിത്തന്ന തൂളിനും വഴിക്കിണറിനും നന്ദി, നീട്ടിയൊരു കൈക്കുമ്പിളിൽ ജലം വാർന്നു തന്ന നിൻ കനിവിനും നന്ദി, ഇരുളിലെ ചതിക്കുണ്ടിനും പോയോരിരുവിലെ നിലാക്കുളിരിനും നന്ദി, വഴിയിലെ കൊച്ചു കാട്ടുപൂവിനും മുകളിലെ കിളിപ്പാട്ടിനും നന്ദി, മിഴിയിലെ വറ്റാത്ത കണ്ണുനീരിനും ഉയരനങ്ങാത്ത ഒരലിവിനും നന്ദി, ദൂരെയാരോ കൊളുത്തി നീട്ടും ആ ദീപവും നോക്കി ഏറെ ഏകയായി, കാത്തുവയ്ക്കുവാൻ ഒന്നുമില്ലാതെ, തീർത്തു ചൊല്ലുവാൻ അറിവുമില്ലാതെ, പൂക്കളില്ലാതെ പുലരിയില്ലാതെ, ആർദ്രമേതോ വിളിക്ക് പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരെ? നന്ദി.